ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലും കോവിഡ് വാക്സിൻ ഡ്രൈ റൺ. സംസ്ഥാനത്ത് ഡ്രൈ റൺ നടന്നത് തിരുവനന്തപുരം, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലായി 6 ഇടങ്ങളിൽ. കോവിഡ് പ്രതിരോധ വാക്സിൻ രാജ്യത്തൊട്ടാകെ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. വാക്സിൻ വിതരണത്തിന് കേരളം സുസജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനത്ത് ഇന്നലെ 5111 പേർക്ക് കോവിഡ് മുക്തി. നിലവിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 65,000 പിന്നിട്ടു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും നേർക്കുനേർ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്റ്റാർട്ടപ്പുകളുടെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ സംബൽപൂർ IIM സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാർട്ടപ്പുകൾ ഭാവിയിലെ മൾട്ടിനാഷണൽ കമ്പനികളായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല മുതൽ ബഹിരാകാശം വരെ ഇവയിൽ ഉൾപ്പെടുന്നു. 2014-ൽ 13 IIMകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിലവിൽ 20 വർദ്ധിച്ചിട്ടുണ്ട്. IIMകളുടെ ഈ വർധന ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ശക്തി പകരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധ വാക്സിൻ രാജ്യത്തൊട്ടാകെ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. ഡൽഹിയിലെ ആശുപത്രിയിൽ കോവിഡ് ഡ്രൈ റൺ നേരിട്ട് വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. ഡ്രൈ റണ്ണിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പ്രതിരോധ വാക്സിൻ വിതരണ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 4 ജില്ലകളിലായി 6 ഇടങ്ങളിൽ നടന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ ഡ്രൈ റൺ പൂർത്തിയായി. തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ ശൈലജ സന്ദർശനം നടത്തി. VK പ്രശാന്ത് MLAയും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിലെ പുഴനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കിംസ് ആശുപത്രി എന്നിവിടങ്ങളിലും ഡ്രൈ റൺ നടന്നു. ഇതിനു പുറമെ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലും ഡ്രൈ റൺ സംഘടിപ്പിച്ചു. 25 ആരോഗ്യ പ്രവർത്തകരാണ് ഡ്രൈ റണ്ണിൽ പങ്കെടുത്തത്. വാക്സിൻ നൽകുന്നതൊഴികെ വാക്സിനേഷന്റെ എല്ലാ നടപടിക്രമങ്ങളും അതുപോലെ പാലിച്ചായിരുന്നു ഡ്രൈ റൺ. മുൻഗണനാ ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും കോവിഡ് വാക്സിൻ ആദ്യം ലഭ്യമാക്കുകയെന്ന് മന്ത്രി കെ ശൈലജ. ഡ്രൈ റണ്ണിനോടനുബന്ധിച്ച് പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രി സന്ദർശിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും വാക്സിൻ ലഭിക്കുമ്പോൾ അത് സൂക്ഷിക്കാനും ഒരു സ്ഥലത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വാക്സിൻ വിതരണത്തിനായി ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന 14 ലക്ഷം സിറിഞ്ചുകൾ ഉടൻ സംസ്ഥാനത്തെത്തിക്കും. ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ്, സ്വകാര്യ മേഖലകളിലെ എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആശാവർക്കർമാർ, ICDS, അംഗൻവാടി ജീവനക്കാർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത്. ഇടുക്കി ജില്ലയിൽ വാഴത്തോപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഡ്രൈ റൺ നടന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ ട്രയൽ റൺ ഇന്ന് വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. തെരഞ്ഞെടുത്ത 25 ആരോഗ്യ പ്രവർത്തകരിലാണ് വാക്സിൻ നൽകേണ്ട മാതൃകയിൽ റിഹേഴ്സൽ നടത്തിയത്. യഥാർത്ഥ വാക്സിനേഷൻ ഡ്രൈവിന് മുന്നോടിയായി പ്രക്രിയ പരിശോധിക്കുന്നതിനുള്ള റിഹേഴ്സലാണ് ഡ്രൈ റൺ. വാക്സിൻ വിതരണത്തിനായി ഒരുക്കിയ മുഴുവൻ സംവിധാനങ്ങളുടെയും പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. കുത്തിവയ്പ്പിന്റെ മോക്ക് ഡ്രിൽ, വിവിധ തലങ്ങളിലെ റിപ്പോർട്ടിംഗ് നടപടികളുടെ അവലോകനം തുടങ്ങിയ കാര്യങ്ങളാണ് ഡ്രൈ റൺ വഴി നടപ്പിലാക്കിയത്. പരിപാടിയിൽ ജില്ലാ കളക്ടർ H. ദിനേശൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. പ്രിയ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് വാക്സിൻ ഡ്രൈ റൺ നടത്തിയത്. വയനാട് ജില്ലയിൽ നടന്ന ഡ്രൈ റണ്ണിന്റെ വിശദാംശങ്ങൾ നൽകുന്നു ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്. കോവിഡ് വാക്സിന്റെ വിതരണത്തിന് മുന്നോടിയായുള്ള ട്രയൽ ജില്ലയിൽ ആരംഭിച്ചു. മാനന്തവാടി നഗരസഭയുടെ കീഴിൽ വരുന്ന കുറുക്കൻമൂല PHCയിൽ വെച്ചാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ 11 മണി വരെ ജില്ലയിൽ നിന്നും നേരത്തെ തെരഞ്ഞെടുത്ത 25 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിന്റെ ട്രയൽ നൽകിയത്. ജില്ലയിൽ ഇതിനോടകം 4724 പേർ വാക്സിൻ നൽകാനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വാക്സിൻ വിതരണത്തിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയതായും ജില്ലാ കളക്ടർ അദീൽ അബ്ദുള്ള പറഞ്ഞു. 5 ഘട്ടങ്ങളിലായിരിക്കും വാക്സിൻ നൽകുക. 228 സ്ഥലങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം തന്നെ ജില്ലയിൽ വാക്സിൻ വിതരണം നടത്തുവാൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് ജില്ലയിലും കോവിഡ് വാക്സിൻ ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി. വിശദ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് പാലക്കാട് ജില്ലയിലെ കോവിഡ് വാക്സിൻ ഡ്രൈ റൺ നടന്നത്. 25 ആരോഗ്യ പ്രവർത്തകർക്കാണ് പ്രതീകാത്മക വാക്സിനേഷൻ നൽകിയത്. ഇവർക്ക് 2 മണിക്കൂറിനുള്ളിൽ വാക്സിനേഷൻ നൽകാനാകുമോ എന്നതാണ് പരിശോധിച്ചത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 4 മുറികളാണ് ഇതിനായി സജ്ജീകരിച്ചിരുന്നത്. ആദ്യത്തെ റൂം വെയിറ്റിംഗ് ഏരിയ ആയിരുന്നു. രണ്ടാമത്തെ മുറിയിലാണ് വാക്സിനേഷൻ ഓഫീസർ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചത്. മൂന്നാമത്തെ മുറിയിലായിരുന്നു വാക്സിനേഷൻ നൽകിയത്. വാക്സിനേഷൻ കഴിഞ്ഞവരെ അരമണിക്കൂർ നിരീക്ഷണത്തിനായാണ് 4ാമത്തെ മുറി സജ്ജീകരിച്ചിരുന്നത്. വാക്സിൻ സ്വീകരിച്ചവർക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ പ്രാഥമിക ചികിത്സ നൽകാനും മറ്റ് ആശുപത്രികളിലേക്ക് എത്തിക്കാനും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്നലെ 5111 പേർ കോവിഡ് മുക്തി നേടി. അതേസമയം 4991 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 65,054 ആയി. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ച സർക്കാർ. ഇതനുസരിച്ച് സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം. മാനദണ്ഡങ്ങൾ പാലിച്ച് പകുതി സീറ്റുകളിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാനാവൂ എന്നതാണ് നിർദ്ദേശം. അതേസമയം ചൊവ്വാഴ്ച യോഗം ചേർന്ന ശേഷമായിരിക്കും തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുകയെന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. ജനുവരി 5 മുതൽ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ അനുവദിക്കും. ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും പരമാവധി 100 പേർക്കും പുറത്തെ പരിപാടികളിൽ 200 പേരെയാണ് അനുവദിക്കുന്നത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.12%. കഴിഞ്ഞ ദിവസം മാത്രം 23,000-ലധികം പേർ രോഗമുക്തി നേടി. ആകെ രോഗബാധിതരിൽ 2.47% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,43,00,000 കടന്നു. ഇതിൽ 5,96,00,000-ലധികം പേർ രോഗമുക്തി നേടി. രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 18 ലക്ഷത്തിലധികമായി. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട് ചേരുന്നു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. NCP മുന്നണി വിടുന്ന കാര്യം ഒരു തരത്തിലും ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുന്നണി രൂപീകരിച്ചത് രാഷ്ട്രീയ കാരണങ്ങളാലാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി മാറ്റം സംബന്ധിച്ച് അനിവാര്യതയും അടിയന്തര സാഹചര്യവും ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മറീന ടൂറിസം വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 5 മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. 5.9 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൂട്ടിക്കിടക്കുന്ന തിരുവനന്തപുരം ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനിയിൽ കയറ്റിറക്ക് തൊഴിലാളി ആത്മഹത്യ ചെയ്ത നിലയിൽ. പ്രഫുല്ല ചന്ദ്രനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഇന്ന് കണ്ടത്. കളക്ടർ എത്താതെ മൃതദേഹം മാറ്റാനാകില്ലെന്ന് തൊഴിലാളികൾ. സാമുദായിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 144ാം ജയന്തി നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ആചരിച്ചു. പെരുന്നയിലെ NSS ആസ്ഥാനത്തും താലൂക്ക് യൂണിയനുകളിലും കരയോഗങ്ങളിലും മന്നത്തിന്റെ ചിത്രത്തിനു മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. സ്വർണ്ണവിലയിൽ നേരിയ വർധന. സ്വർണം ഗ്രാമിന് 4,680 രൂപയും പവന് 37,440 രൂപയുമാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ ഇന്ന് ഒരു മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലും കോവിഡ് വാക്സിൻ ഡ്രൈ റൺ. സംസ്ഥാനത്ത് ഡ്രൈ റൺ നടന്നത് തിരുവനന്തപുരം, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലായി 6 ഇടങ്ങളിൽ. കോവിഡ് പ്രതിരോധ വാക്സിൻ രാജ്യത്തൊട്ടാകെ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. വാക്സിൻ വിതരണത്തിന് കേരളം സുസജ്ജമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. സംസ്ഥാനത്ത് ഇന്നലെ 5111 പേർക്ക് കോവിഡ് മുക്തി. നിലവിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 65,000 പിന്നിട്ടു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും നേർക്കുനേർ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.